സുരേഷ് ഗോപിയുടെ വകയായി മലയാള ഭാഷയ്ക്ക് കുട്ടികൾക്ക് 2-3 വാക്കുകൾ. നമ്മളെയാണല്ലോ മച്ചമ്പി. ഷിറ്റ്സ്, എന്താ പിന്നെ അങ്ങനെയുള്ള പുല്ലേ, അതൊക്കെ അല്ല സഭ്യമായ ഭാഷയിലൊക്കെ സംസാരിച്ചൂടെ നിനക്ക്? നല്ല അച്ഛനമ്മ ഉണ്ടാവണം. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് അച്ഛനമ്മമാർ തന്നെ ട്രെയിൻ ചെയ്യുക. എന്നിട്ട് പിന്നെ സുരേഷ് ഗോപിയെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? മക്കളൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ മമ്മൂട്ടി കർണൻ എന്ന കഥാപാത്രം അടിയൊഴുക്കുകൾ അല്ലേ? സത്യൻ മാഷ് വിളിച്ചിട്ടില്ലേ? അതൊക്കെ പറഞ്ഞു നടക്കുമോ? അതിലൊന്നും കാര്യമില്ല. സുരേഷ് ഗോപി ഒരു കൈകിഴയിൽ സുരേഷ് ഗോപിയല്ല, എന്റെ കഥാപാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരെ നോക്കി പറഞ്ഞു? എനിക്കറിയില്ല. ഒരു നല്ല ഗുരുവിനെ പറഞ്ഞിട്ടില്ല, ഒരു നല്ല അച്ഛനെയും അമ്മയും പറഞ്ഞിട്ടില്ല, ഒരു നല്ല വ്യക്തിയെ നോക്കി പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പൊ വിവേക ബുദ്ധിയോടെ സ്വീകരിക്കണം കാര്യങ്ങൾ. എത്ര നല്ല കാര്യങ്ങൾ സിനിമയിൽ കൊടുക്കുന്നുണ്ട്, ഇതൊന്നും സ്വീകരിച്ച് കാണുന്നില്ലല്ലോ. അതെന്താ? നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറ. നല്ല മെസ്സേജസ് എന്തൊക്കെ കൊടുക്കുന്നു, അതെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. എനിക്കറിയാം ഒരുപാട് അച്ഛനമ്മമാർ ഇങ്ങനെ മക്കളെ നന്നായിട്ട് മിമിക്കും ഇപ്പൊ കാണിക്കും നന്നായിട്ട് കൊണ്ടുവന്ന് നിർത്തി ഇത് പറയും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, മോളെ അത് അച്ഛന്റെ മുഖത്ത് നോക്കി പറയാന്ന് പറയാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അച്ഛനും അമ്മയും റിയലൈസ് ചെയ്യുന്നത്, വിഷമിച്ചു പോവര്. അപ്പോഴേ അവർ അതിന്റെ അർത്ഥം അറിയുന്നുള്ളൂ. അയ്യേ വൃത്തിയേട്. അത് ഗതികേടല്ലേ? ഇതൊരംഗപ്പുറപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും എന്റെ ഏരിയ അല്ല, ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിപ്പം ഞാൻ ഷിറ്റെന്നും പപ്പുല്ലെന്നും ഒക്കെ പറഞ്ഞു. ഇംഗ്ലീഷ് ഫിലിംസിൽ മുഴുവൻ വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്റെ മുഖത്ത് നോക്കി ഇത്രയും പറയണമെങ്കിൽ നീ ധീരൻ തന്നെ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ആരോപണത്തിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. അതെന്താ? ആ ടാർഗറ്റിന് ഈ നെഞ്ച് കിട്ടില്ല. വേറെ വല്ലവരും ഉണ്ടെങ്കിൽ പോയി തപ്പ്. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.